ഇന്ന് ഞാൻ ഉണ്ടാക്കി കാണിക്കുന്നത് ഹെൽത്തി ആയിട്ടുള്ള ഒരു കുൽഫിയാണ്. പഞ്ചസാരയും പാലും ഒന്നും വേണ്ടാത്തൊരു കുൽഫിയാട്ടോ. അപ്പോൾ എല്ലാവർക്കും എൻ്റെ ചാനലിലേക്ക് സ്വാഗതം. അപ്പോൾ ഞാനിവിടെ കുറച്ച് ബദാമും അണ്ടിപ്പരിപ്പും പിസ്തയും ഈത്തപ്പഴമൊക്കെ വെള്ളത്തിൽ കുതിർത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇൻഗ്രീഡിയൻസും അളവൊക്കെ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം കേട്ടോ. അപ്പോൾ ബദാമാണ് കൂടുതൽ വേണ്ടത്. അതിനേക്കാളും കുറച്ച് കുറവ് അണ്ടിപ്പരിപ്പ്, അതിനേക്കാളും കുറച്ച് കുറവ് പിസ്ത. അപ്പോൾ കുതിർത്ത് വെച്ച ബദാമിൻ്റെ തോലൊക്കെ ഒന്ന് കളഞ്ഞെടുക്കുക. എന്നിട്ട് നമുക്കിതൊക്കെ ഒന്ന് അരച്ചെടുക്കണം. അപ്പോൾ ഞാനിപ്പോൾ ബദാമിൻ്റെ തോലൊക്കെ കളഞ്ഞിട്ടുണ്ട്. മിക്സിയുടെ ജാറിലേക്ക് ബദാമും അണ്ടിപ്പരിപ്പും പിസ്തയും കുറച്ച് വെള്ളവും കൂടെ ഒഴിച്ചിട്ട് ഒന്ന് അരച്ച് നല്ല സ്മൂത്തായിട്ട് അരച്ചെടുക്കുക. അപ്പോൾ ഇത് നന്നായി അരച്ചെടുത്തിട്ടുണ്ട്. ഇനി ഞാനിതൊരു കടായിലേക്ക് ഒഴിച്ചിട്ട് ആ മിക്സിയുടെ ജാറിലേക്ക് കുറച്ച് വെള്ളവും കൂടെ ഒഴിച്ച് നല്ല കുലുക്കിയിട്ട് അതും കൂടെ ഒഴിക്കുന്നുണ്ട് കേട്ടോ. വെള്ളം കുറച്ച് കൂടിയാലും കുഴപ്പമൊന്നുമില്ല, വെള്ളത്തിന് പ്രത്യേകിച്ച് അളവില്ല. കുറച്ച് ലൂസായാലും കുറുക്കിയെടുക്കാം. പിന്നെ ഈത്തപ്പഴം ഞാൻ വേറെ അരച്ചിട്ട് മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി ഇതൊന്ന് കുറുക്കിയെടുക്കണം. പെട്ടെന്ന് തന്നെ ആവും കേട്ടോ. ഇതിങ്ങനെ കട്ട പിടിച്ച പോലെ തോന്നുന്നത് ഇളക്കി കഴിയുമ്പോൾ ശരിയാവും. ഇപ്പോൾ കുറച്ച് കുറുകി വന്നിട്ടുണ്ട്. ആ സമയത്ത് ഞാൻ കുറച്ച് കുങ്കുമപ്പൂവാണ് ചേർത്തത്. അത് നിർബന്ധമില്ല, ഞാൻ ചേർത്തുന്നേ ഉള്ളൂ, ഉണ്ടെങ്കിൽ ഇട്ടാൽ മതി. ഇപ്പോൾ ഇനി പെട്ടെന്ന് തന്നെ ഇതായി കിട്ടും കേട്ടോ. നമ്മൾ കൈവിടാതെ ഇളക്കണം, അല്ലെങ്കിൽ ഇങ്ങനെ അത് കരിഞ്ഞ് പിടിക്കും. ഇപ്പോൾ അത് ഒന്നും കൂടെ കുറുകി വന്നിട്ടുണ്ട്. ഈ സമയത്ത് നമുക്ക് ചെറിയൊരു സ്പൂണ് നിറച്ചും ഏലക്ക പൊടി ചേർക്കാം. അതെന്തായാലും ചേർക്കണം കേട്ടോ. കുൽഫിക്ക് ഏലക്ക നിർബന്ധമാണ്. ഇനി ഇത് നന്നായി ഇളക്കുക. അപ്പോൾ ഇങ്ങനെ വെള്ളം അതൊന്നിങ്ങനെ പൊട്ടിത്തെറിക്കും. അപ്പോൾ ആ സമയത്ത് നമുക്ക് ഫ്ലെയിം ഓഫാക്കിയിട്ട് അടുപ്പിൽ നിന്ന് മാറ്റിയേക്കാം. ഇനി ചൂടാറുമ്പോൾ അത് കുറച്ചുകൂടെ അങ്ങനെ കട്ടിയായിട്ട് വരും കേട്ടോ. അപ്പോൾ ഞാനിതിന്ന് പകുതി വേറൊരു ബൗളിലേക്ക് മാറ്റി വെക്കുന്നത്. കാരണം ഞാൻ 2 ഫ്ലേവറിലാണ് ഇവിടെ കുൽഫി ഉണ്ടാക്കുന്നത് കേട്ടോ. അപ്പോൾ ആ പകുതിയിൽ ഞാൻ ഈത്തപ്പഴം അരച്ചത് മിക്സ് ചെയ്തു. അപ്പോൾ നല്ല മധുരമുള്ള ഈത്തപ്പഴമാണെങ്കിൽ കുറച്ച് ചേർത്താൽ മതി. മധുരം കുറവാണെങ്കിൽ ഈത്തപ്പഴത്തിൻ്റെ അളവ് കൂട്ടാം കേട്ടോ. അതല്ലെങ്കിൽ ഇപ്പോൾ ഷുഗറൊക്കെ ഉള്ള ആൾക്കാരാണെങ്കിൽ ഷുഗർ ഫ്രീ ചേർക്കാം. ഒട്ടും മധുരം ഇല്ലെങ്കിൽ ടേസ്റ്റ് ഉണ്ടാവില്ല. അപ്പോൾ അങ്ങനെ ചെയ്താൽ മതി. ബാക്കി പകുതിയിൽ ഞാൻ മാംഗോ പൾപ്പാണ് ചേർക്കുന്നത് കേട്ടോ. അപ്പോൾ മാംഗോ കുൽഫിയാണ് ഞാൻ ഉണ്ടാക്കുന്നത്. മാംഗോ മിക്സിയിൽ അരച്ചിട്ട് ഒന്ന് അടുപ്പിൽ വെച്ച് കുറുക്കിയെടുത്തതാണ്. അങ്ങനെ നേരത്തെ ഞാൻ ഉണ്ടാക്കി വെച്ചതായിരുന്നു ഫ്രിഡ്ജിൽ. അപ്പോൾ അത് മിക്സ് ചെയ്ത് മാറ്റിയേക്കാം. ഇനി നമുക്ക് കുൽഫി മോൾഡിൽ അല്ലെങ്കിൽ ഇങ്ങനെ അതുപോലുള്ള ഐസ്ക്രീം മോൾഡിലോ ആക്കിയിട്ട് നമുക്ക് ഫ്രീസ് ചെയ്യാം. ഒരു 4-5 മണിക്കൂറെങ്കിലും ഫ്രീസറിൽ വെക്കണം. അത് ഓരോ ഫ്രിഡ്ജിനനുസരിച്ചിരിക്കും കേട്ടോ തണുപ്പാവണത്. ഇപ്പോൾ ഒരു 4-5 മണിക്കൂർ കഴിഞ്ഞിട്ട് നോക്കാം. പിന്നെ ഇപ്പോൾ ഇങ്ങനെ മോൾഡും കാര്യങ്ങളൊന്നും ഇല്ലെങ്കിൽ നമുക്ക് വേറൊരു രീതിയിലും ഈ കുൽഫി ഉണ്ടാക്കാം. അത് ഞാൻ കാണിച്ചു തരാം. ചെറിയ സ്റ്റീലിൻ്റെ ഗ്ലാസ്സോ ചെറിയ ബൗളോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതിലും നമുക്ക് ഉണ്ടാക്കാം കുൽഫി കേട്ടോ. അപ്പോൾ ഞാനിപ്പോൾ 2 ഫ്ലേവറും ഇങ്ങനെ ലെയറായിട്ട് ആ ഗ്ലാസ്സിലാക്കുകയാണ്. ചെറിയ ഗ്ലാസ്സാണിത്. അപ്പോൾ അതിൽ പകുതി ഡേറ്റ്സും പകുതി മാംഗോയും കൂടെ ആക്കിയിട്ടാണ് വെക്കണം. ഇനി അതൊന്ന് നന്നായി ടാപ്പ് ചെയ്യുക. അതിനുശേഷം അതിന് മുകളിൽ ഒരു ഫോയിൽ പേപ്പർ വെച്ചിട്ട് മൂടാം. എന്നിട്ട് സ്റ്റിക്ക് ഉണ്ടെങ്കിൽ ആ സ്റ്റിക്ക് വെച്ച് കൊടുക്കുക ഇതുപോലുള്ളത്. അതെല്ലാം സ്റ്റിക്കും ഇല്ലയെന്ന് വെച്ചാൽ നമുക്ക് സ്പൂൺ വെച്ചിട്ടും ചെയ്യാം കേട്ടോ. അപ്പോൾ കത്തി കൊണ്ട് ആ ഫോയിൽ ചെറുതായി കീറിയിട്ട് അതിൻ്റെ അകത്ത് സ്പൂൺ വെച്ചിട്ട് നമുക്കിതുപോലെ ഫ്രീസറിൽ മാറ്റി വെക്കാം. അപ്പോൾ ബാക്കിയുള്ളതും ഞാൻ ഇങ്ങനെ ഡിസ്പോസിബിൾ ഗ്ലാസ്സിലാക്കി വെക്കുന്നുണ്ട്. ഞാനിപ്പോൾ ഉണ്ടാക്കിയ ഒരളവിലാണെങ്കിൽ 13-14 കുൽഫി ഉണ്ടാക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ ഞാൻ ഈ കപ്പുകൾ ഇതുപോലെ ഫോയിലിട്ട് മൂടി വെക്കുകയാണ്. അതിൽ ഞാൻ സ്റ്റിക്കൊന്നും കുത്തി വെക്കണില്ല. കാരണം ഇത് ഞാൻ മിൽക്ക് ഷേക്കോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കാം. എന്നിട്ട് ഫ്രീസ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. ഇതിപ്പോൾ നമ്മുടെ കുൽഫി റെഡി ആയിട്ടുണ്ട്. 4-5 മണിക്കൂർ ഞാൻ ഫ്രീസറിൽ വെച്ചതാണ്. അപ്പോൾ ഇനി ഇതിൽ നിന്ന് എങ്ങനെ മോൾഡിൽ നിന്ന് എടുക്കാമെന്ന് കാണിച്ചു തരാം. അപ്പോൾ ഒരു ഗ്ലാസ്സിൽ കുറച്ച് വെള്ളം വെക്കുക. അതിലൊരു 4-5 സെക്കൻഡ് ഒന്ന് ഇങ്ങനെ മുക്കി വെച്ചാൽ മതി. അത് പെട്ടെന്ന് തന്നെ വരും കേട്ടോ. ഒന്ന് മുക്കി എടുത്തു കഴിഞ്ഞിട്ട് നമ്മൾ ആ മുകളിലത്തെ അടപ്പൊന്ന് പതുക്കെ വലിച്ചു കഴിഞ്ഞാൽ നമ്മുടെ കുൽഫി ഇവിടെ ക്ലിയർ ആയിട്ട് പുറത്തേക്ക് വരും. അപ്പോൾ നമ്മുടെ എല്ലാ കുൽഫി ഇതേപോലെ അതൊന്ന് ഡിമോൾഡ് ചെയ്തെടുക്കുക. അപ്പോൾ 2 ഫ്ലേവറിലുള്ള കുൽഫി ഇവിടെ റെഡിയായി. മാംഗോവും അതേപോലെ ഡേറ്റ്സിൻ്റെയും. അപ്പോൾ എനിക്കിഷ്ടമായത് മാംഗോ കുൽഫി ആയിരുന്നു കേട്ടോ. ഡേറ്റ്സിൻ്റെതും ടേസ്റ്റ് ഉണ്ടാവുമായിരുന്നു. ഡേറ്റ്സ് കുറച്ചും കൂടെ കൂടുതൽ ചേർക്കണമായിരുന്നു, എന്നാലാണ് മധുരം കറക്റ്റ് ആവുള്ളൂ. പിന്നെ ഷുഗറൊക്കെ ഉള്ള ആൾക്കാരാണെങ്കിൽ ഷുഗർ ഫ്രീ ഇട്ടിട്ട് യൂസ് ചെയ്യാം. അല്ലാതെ കുട്ടികൾക്കൊക്കെ കൊടുക്കുകയാണെങ്കിൽ പറ്റില്ല കേട്ടോ, അവരൊന്നും കഴിക്കില്ല. അപ്പോൾ മിൽക്ക് മെയ്ഡ് എന്തെങ്കിലുമൊക്കെ മിക്സ് ചെയ്തിട്ട് വേണം കുട്ടികൾക്ക് കൊടുക്കാൻ. ഇപ്പോൾ നമ്മൾ ഗ്ലാസ്സിൽ വെച്ചതും അതുപോലെ എടുത്ത് കാണിച്ചു തരാം. അത് സ്മൂത്തായിട്ട് തന്നെ വരും. ഇതേപോലെ ഗ്ലാസ്സിൽ ഒരു 4-5 സെക്കൻഡ് ഒന്ന് മുക്കി വെച്ചിട്ട് എടുത്തു കഴിഞ്ഞാൽ വരും. അപ്പോൾ നമ്മുടെ ഗ്ലാസ്സിൽ വെച്ച സ്പൂൺ കുൽഫിയും ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ റെസിപ്പി. എല്ലാവർക്കും ഇഷ്ടമായി കാണുമെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക. ഇഷ്ടമുള്ളവർക്കായിട്ടൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. മറ്റൊരു നല്ല വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ഇൻഷാ അല്ലാഹ്. താങ്ക് യു ഫോർ വാച്ചിങ്.